Watch India's largest kids library only on Jio Hotstar. Download the app now. എന്താ ശിവ ഇത് വന്നപ്പോ മുതല് നീ കളിക്കാതെ സൈക്കിളിൽ തന്നെയാണല്ലോ. ഇപ്പൊ തീരും. അല്ലെങ്കിൽ എന്റെ സൈക്കിളിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് ഞാൻ കുറെ നാളായി വിചാരിക്കുന്നു. ഇപ്പൊ അത് സക്സസ്ഫുൾ ആയി മാറിക്കഴിഞ്ഞു. ഇനി എന്റെ സൈക്കിൾ ഞാൻ അടിക്കൊണ്ടിരിക്കുന്ന ആ ടയറിന്റെ ഉള്ളിൽ കൂടി ഈസി ആയിട്ട് പുറത്തേക്ക് പോകും. ശിവ, ഇത് വല്ലാത്തൊരു അതിശയം തന്നെയാണ്. അത് നോക്ക്, ഇരുട്ടത്താലായിട്ട് തിളങ്ങുന്നത് കണ്ട ചിലപ്പോ അത് ഏലിയൻസിന്റെ സ്പേസ്ഷിപ്പ് ആയിരിക്കും. എന്താ യൂറി ഇത്? അത് ഏലിയൻസ് ഒന്നും അല്ല. എന്തായാലും ഇത്ര യാത്രയായ സ്ഥിതിക്ക് അവിടെ എന്തായിരിക്കും കാര്യം? നമുക്ക് ഒന്ന് ചെന്ന് നോക്കിയാലോ? എന്നെ ഇവിടെ ഒറ്റക്കാക്കിട്ട് പോകല്ലേ, വരാം. കൊള്ളാലോ, ഇവിടെ മരങ്ങളല്ലാതെ വേറെ ഒന്നും കാണാൻ സാധിക്കുന്നില്ലല്ലോ. ബോസ്, ഒരു കാര്യം പറയാനുണ്ട്. കുറച്ച് കുട്ടികൾക്ക് നമ്മളെ സംശയം തോന്നിയിരിക്കുന്നു. ആ കുട്ടികൾ എങ്ങനെ ഇവിടെ വന്നാൽ നമ്മുടെ രഹസ്യങ്ങളെല്ലാം പൊളിഞ്ഞു പോകും ബോസ്. എന്റെ പേരാണ് ചോട്ടുബായ്. എന്റെ ജോലി എന്താണെന്ന് ആരോടും പറയില്ല. വീട്ടികളെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ. നോക്കി നിൽക്കാതെ പോയി ചെയ്യണോ. ഇങ്ങനെ പേടിക്കല്ലേ. ഇത് ഭൂതമൊന്നും അല്ല. നമ്മൾ ആരോ പേടിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഈ ശബ്ദം ഉണ്ടാക്കുന്നത്. അല്ല, ഇത്രയും പെട്ടെന്ന് ഈ കാർ എവിടുന്നാ വന്നത്? ചെന്ന് നോക്കിക്കളയാം. ഇറങ്ങിക്കോളൂ. എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല. ഒരു കാര്യം പറയൂ, ഇത്ര ശൂന്യമായ സ്ഥലത്ത് നിങ്ങൾക്ക് ഈ അർദ്ധരാത്രിയിൽ എന്താണ് പണി? കുട്ടി, മര്യാദയ്ക്ക് വഴിയിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. വീട്ടികൾ ഒരു കുട്ടിയുടെ കയ്യിൽ നിന്നും തള്ളു മേടിക്കുന്നു. ദേ പോയി പണ്ടാറം. ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കൂ. കുട്ടി എന്നെ ഒന്ന് രക്ഷിക്കൂ, ഇല്ലെങ്കിൽ ചത്തുപോകും. കുട്ടിയല്ല, ശിവ, ശിവ എന്നെ ഒന്ന് രക്ഷിക്കൂ. അങ്കിൾ, ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്താം. പക്ഷെ ആദ്യം നിങ്ങൾ നിങ്ങളുടെ ബോസിന്റെ പേരെന്താന്ന് പറയണം. പിന്നെ ആ കുറ്റിക്കാട്ടിന്റെ പുറകിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നെന്നും പറയണം. അല്ലെങ്കിൽ പിന്നെ ഞാൻ പോവാട്ടോ. ബൈ ബൈ. എന്നെ അങ്ങനെ ഇട്ടു പോവില്ലേ? എല്ലാ സത്യങ്ങളും ഞാൻ പറഞ്ഞേക്കാം. അയാളെ കുറിച്ച് എനിക്ക് ഒരു കാര്യം അറിയുള്ളൂ. അയാൾ ഒരു സ്മഗ്ലർ ആണെന്ന്. കൂടാതെ അയാൾക്ക്
ഞങ്ങൾക്ക് ഫർണിച്ചറിന്റെ ബിസിനസ് ഉണ്ട്. ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് എനിക്കൊന്നും പറഞ്ഞൂടാ. കാറിന്റെ പുറകെ ഒരു കയറുണ്ട്, അത് വേഗം എടുത്ത് എറിയില്ലെങ്കിൽ ഞാൻ ചത്തുപോവും. എന്റെ കൈ വഴുതുന്ന, വേഗം വരൂ. വേഗം ഇത് പിടിച്ചിട്ട് മുകളിലേക്ക് വരും അങ്കിൾ. ഇത് ശരിക്കുള്ള ഡയമണ്ട് ആണെന്ന് തോന്നുന്നു. എത്രയും പെട്ടെന്ന് ഇത് കൊണ്ടുപോയി ലഡ്ഡു സിംഗിന് കൊടുക്കണം. ഒരു കാര്യം എല്ലാരും ശ്രദ്ധിക്കൂ, ട്രക്കിലേക്ക് ഇവിടെയുള്ള കസേരകളെല്ലാം കേട്ടണം. ഓർമ്മ വേണം, ഇന്ന് ഈ മൊത്തം ചരക്കുകൾ വീനസ് സിറ്റിയിൽ എത്തിയിരിക്കണം, മനസ്സിലായോ? പിന്നെ ഈ കസേര കൊണ്ടുപോകാൻ മറക്കരുത്. സൂക്ഷിക്കണം കേട്ടല്ലോ. പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഇവന്മാര് ചെയ്യില്ല. എന്നെ പറ്റിക്കാൻ പറ്റില്ല. എന്റെ പരിധിയിൽ മോഷണമോ, വൈരക്കള്ള സ്മഗ്ലിങ്ങോ? ആ കള്ളന്മാർക്ക് അറിയില്ല, ഇവിടുന്ന് 50 കിലോമീറ്റർ ഒരുപാട് ദൂരത്ത് കള്ളന്മാർ ആരെങ്കിലും മോഷ്ടിക്കാൻ പോയാൽ അവിടുത്തെ ആൾക്കാർ പറയും മോഷണം നിർത്തിക്കോ, അല്ലെങ്കിൽ ഇപ്പൊ ലഡ്ഡു സിംഗ് ഇത് എത്തുന്നു. ഒരുപാട് കേട്ടതാ സാറേ. അത് വിട്. ഈ സ്മഗ്ലറിനെ നമ്മൾക്ക് എന്താ ചെയ്യാൻ പറ്റുക അത് പറ. ഓക്കെ ശരി ശിവ, നീ എന്നോട് പറ. ഇപ്പൊ തന്നെ നീ പറയണം, അവൻ ആരാണ്, കാണാൻ എങ്ങനെ ഉണ്ടാവും? ലഡ്ഡു സിംഗ് സർ, എനിക്ക് ആ കള്ളനെ കുറിച്ച് ഒരു കാര്യം മാത്രം മനസ്സിലായി. അതായത് അവർക്കൊരു ഫർണിച്ചർ ഷോപ്പ് ഉണ്ടെന്ന്. നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട ശിവ. ആ ഡയമണ്ട് സ്മഗ്ലറിനെ ഞാൻ എത്രയും പെട്ടെന്ന് പൊക്കിയെടുത്ത് ജയിലിന്റെ അകത്തേക്ക് വലിച്ചെറിഞ്ഞോളാം. എന്നോടാ കളി. ഞാൻ ഈ നഗരത്തിലുള്ള എല്ലാ ഫർണിച്ചറുകാരും ഇപ്പൊ തന്നെ പൊക്കിക്കൊണ്ട് വരും. അവന്മാരൊക്കെ എന്റെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് കാണട്ടെ. ഐ. അടിപൊളി ലഡ്ഡു സിംഗ് സർ. എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ. ഇൻസ്പെക്ടർ സാർ, നിങ്ങളൊരു മഹാനാണ് കേട്ടോ. എന്റെ മുഖത്തൊന്ന് സൂക്ഷിച്ചു നോക്കൂ സാറേ. ഞാനൊരു നിഷ്കളങ്കനല്ലേ? പറയൂ സാറേ. കുഞ്ഞു കുട്ടികൾ കുറെ ഉണ്ട്. അവരെ വളർത്തണമെങ്കിൽ എന്തുമാത്രം പാടുപെടണമെന്ന് അറിയോ? സ്കൂൾ ഫീസ് കൊടുക്കണം, തിന്നാൻ കൊടുക്കണം. ഞാൻ മിക്കപ്പോഴും പട്ടിണി കിടന്നാണ് ചെലവ് ചുരുക്കണത്, അറിയോ സാറേ? ഇല്ല 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 ഇല്ല, നീ ഒരിക്കലും ഒരു സ്മഗ്ലർ അല്ല. നിന്റെ കുടുംബക്കാരെ കേൾക്കുമ്പോ തന്നെ അറിയാം നീ കുറ്റം ചെയ്യാത്തൊരു നല്ല മനുഷ്യനാണ്. നീ ചെന്നിട്ട് കുട്ടികളും കുടുംബത്തിലേക്ക് നല്ലപോലെ നോക്ക്. ഓക്കെ, പോയിക്കോ. നമ്മളിങ്ങനെ ഇതുപോലെ പറഞ്ഞാലോ? സാറേ 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 സാറേ, ഈ പാവത്തിന്റെ മുഖത്തോട്ടൊന്ന് നോക്കൂ. ഞങ്ങൾക്ക് കുറെ കുട്ടികളുണ്ട് ഞങ്ങൾക്ക് കുറെ കുട്ടികളൊക്കെ ഉണ്ട് സാറേ. എന്നോട് ക്ഷമിക്കണം കൂട്ടരെ, നിങ്ങളൊക്കെ നല്ല മനുഷ്യരാണ്. അതുകൊണ്ട് നിങ്ങൾക്കും ഇവിടുന്ന് പോകാം. എല്ലാരും പോയിക്കോളൂ. കുടുംബത്തിലെ എല്ലാവരും നല്ലപോലെ നോക്കണേ. എന്തെങ്കിലും കണ്ടോ ശിവ? ഇല്ല, ഒന്നും കിട്ടിയില്ല. പക്ഷെ ഇന്നലെ രാത്രി നമ്മൾ വന്ന സ്ഥലം ഇതാണെന്ന് മനസ്സിലായി. കള്ളന്മാരെ ഇവിടുന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചു കാണും. ഇത് നോക്ക് ശിവ, എനിക്ക് തോന്നുന്നത് അവരിവിടെ പോകാനുള്ള വഴിയുണ്ടാക്കി. ഇതിനകത്ത് കൂടി കടപ്പുറം വരെ പോകാൻ കഴിയും. എന്തായാലും ഞാൻ ഇതിൽ കൂടി അകത്തു പോയി നോക്കട്ടെ. കൊള്ളാം ശിവ, നീ മിടുക്കനാണ്. അല്ല, നീ വഴിയൊക്കെ കണ്ടുപിടിച്ചല്ലോ. ഞാനും നിന്നെ പോലെ തന്നെ ആലോചിക്കായിരുന്നു, അറിയോ? അത്ഭുതം തോന്നുന്നു നിനക്ക് എങ്ങനെ എത്രയും നന്നായിട്ട് എന്നെ മനസ്സ് വായിക്കാൻ കഴിയുന്നതെന്ന്. കൊള്ളാം ശിവ, നമ്മൾ രണ്ടുപേരും ഒരുപോലെ തന്നെ ചിന്തിക്കുന്നത്, അറിയോ? ലഡു സിംഗ് സർ, നിങ്ങൾ എങ്ങനെയാ ഇവിടേക്ക് വന്നത്? ശിവ, എനിക്ക് മുകളിൽ നിന്ന് വന്ന ഉത്തരവ് പ്രകാരം ഞാൻ പാത്തും പതിയും കള്ളന്മാരെ പിടിക്കാൻ വേണ്ടി പ്ലാൻ ഇട്ടിരുന്നു. എനിക്ക് തോന്നി കള്ളന്മാര് അവർക്ക് വേണ്ടി ഒരു രഹസ്യ വഴി ഉണ്ടാക്കിയിട്ടുണ്ടാവുന്ന്. ഇനി നിങ്ങളൊക്കെ ഒരു ഭാഗത്തേക്ക് മാറിയുന്നേ. ഞാൻ ആ ഗുഹയുടെ അകത്തേക്ക് കേറി കള്ളന്മാരെ തൂക്കി പിടിച്ച് ഞാൻ പുറത്തേക്ക് കൊണ്ടുവരും. മാറിയുന്നേ വഴി പ്ലീസ്.
എന്തായാലും ആദ്യം ഞാൻ വന്നത് നന്നായി. അല്ലെങ്കിൽ ആ ശിവ കേറി ഹീറോ ആയേനെ. ഇവൻ എന്നും ഇങ്ങനെ ഹീറോ ആയി കഴിഞ്ഞാ പിന്നെ എന്റെ കാര്യം ആരും ശ്രദ്ധിക്കില്ല. ഞാനൊരു ഇൻസ്പെക്ടർ അല്ലേ. കടിക്കല്ലേ 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 എന്നെങ്ങനെ കടിക്കല്ലേ. ഇവിടെ കടിക്കുന്നു, ഇവിടെയും കടിക്കുന്നു. കടിക്കല്ലേ കടിക്കല്ലേ, എനിക്ക് വേദനിക്കുന്നു. എന്റെ ശരീരം കടിച്ചു പറിച്ചു. ഹലോ, പറയൂ പെടറാം സർ. ശിവ, സാറിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. നിന്റെ അടുത്ത് സാറുണ്ടെങ്കിൽ നീ വേഗം അദ്ദേഹത്തിനെ വിളിച്ചോട്ട് ഇങ്ങോട്ട് വാ. എനിക്ക് ഒരുത്തരെ സംശയം തോന്നിയിട്ടുണ്ട്. അവനെ പരിശോധിക്കാൻ പോയപ്പോ അവൻ സമ്മതിക്കുന്നില്ല. ഞങ്ങൾ ഇപ്പൊ തന്നെ എത്തും. ലഡു സിംഗ് സർ, വേഗം ഡ്രസ് ഇട്ടിട്ട് വരും. എന്തിനാണ് എന്നെ ഇവിടെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കണത്? ലഡ്ഡു സിംഗ് അല്ലേ അവിടെ തന്നെ പറഞ്ഞു വിട്ടത്? ദാ കണ്ടോ, ലഡ്ഡു സിംഗ് ആണ് പറഞ്ഞത്. സാർ, ഞാനൊരു കള്ളനാണെന്നാണ് ഇയാള് പറയുന്നത് കേട്ടോ സാറേ. എനിക്ക് കുറെ കുട്ടികളുണ്ട്. ഞാൻ ഇന്നലെ സാറിനോട് പറഞ്ഞതല്ലേ എല്ലാം. എന്നിട്ടോ പെടാറാം, നിന്റെ ഒരു കാര്യം ഇയാളെ പറഞ്ഞു വിട്ടേക്ക്. ഇയാളൊരു പാവാണ്. കുട്ടികളെ വളർത്താൻ ഇയാൾ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടെന്ന് തനിക്ക് അറിയോ? അതുകൊണ്ട് പോയിക്കോട്ടെ, സാറ് പോയിക്കോ. എന്റെ സാറ്, എന്താണ് നിങ്ങൾ ചെയ്യണത്? എന്താണ് ചെയ്യണതെന്ന് ലഡ്ഡു സിംഗ് പറഞ്ഞത് കേട്ടില്ലേ? എന്നെ വെറുതെ വിടാനായിട്ട്. എന്നിട്ട് നിങ്ങൾ കൊള്ളാൻ കേട്ടാ. ഇങ്ങനെ ചെയ്യണത് ശരിയല്ല കേട്ടാ. ഓ, ഇന്നലെ രാത്രി അത് നിങ്ങളായിരുന്നോ? എനിക്ക് നിങ്ങളുടെ ശബ്ദം മനസ്സിലായിട്ടോ. ലഡു സിംഗ് സർ, ഇയാളാണ് സ്മഗ്ലർ. ഇയാളെ ശരിക്കൊന്ന് പരിശോധിക്കൂ. ശിവ, നിനക്ക് നല്ല ഉറപ്പുണ്ടോ ഇന്നലെ കേട്ടത് ഇയാളുടെ ശബ്ദം തന്നെയാണെന്ന്? ഞാൻ പറയുന്നത് 100% ശരിയാണ് സർ. ഇതാ ഇയാളാണ് കള്ള സ്മഗ്ലർ. ഏയ് കുട്ടി, നിന്നെ ഞാൻ വെറുതെ വിടുന്നു വിചാരിക്കണ്ട കേട്ടോ. ആഹാ. മണ്ടന്മാർ. ബോട്ടുകാരോട് വരാൻ പറയ. ഞാനുടൻ തന്നെ ബീച്ചിലെത്തും. മനസ്സിലായോടോ? എന്റെ പേരാണ് ചോട്ടേബായ്. എന്റെ ജോലി ഞാൻ ആരോടും പറയില്ല. ഇനി നീ എങ്ങനെ എന്നെ പെടുത്തും? ആ, നമ്മുടെ ബോട്ടെത്തിപ്പോയി. ഇനി ഞാൻ എന്നേക്കുമായി കടൽ വഴി രക്ഷപ്പെട്ട് അന്യരാജ്യത്തേക്ക് പോകുമല്ലോ. രേവ, ഞാൻ പറഞ്ഞ കേൾക്ക്. എങ്ങനെയെങ്കിലും ലഡു സിംഗിനെ കടപ്പുറത്തേക്ക് വരാൻ പറ. ഞാനിപ്പോ അവിടെയാണുള്ളത്. എന്തു പറ്റിയ അങ്കിൾ? എന്തായാലും ഒരു കാര്യം, എന്തായാലും നിങ്ങൾ ഒളിച്ചോടാൻ പോകുന്ന എല്ലാ വഴികളും ഞാൻ തടഞ്ഞു. ഏ കുട്ടി, എന്നെ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എടോ, വേഗം ചെന്ന് പിടിക്കാ കുട്ടിയെ. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ എന്നാണ് എന്റെ പേര്.
നീ ഭയങ്കരമാണ് കുട്ടി. പക്ഷെ എന്റെ കസേര നിനക്ക് ഞാൻ തരില്ല കേട്ടോ. എന്താണ് മണ്ടന്മാരെ നോക്കി നിക്കണേ? വേഗം ചെന്ന് പിടിക്കാ കുട്ടിയെ. അവനെയും കൂട്ടി നമുക്ക് കൊണ്ടുപോകാം. അടിക്കണോ അതിന്? എന്തുണ്ട് അങ്കിൾ? ഇനി നമുക്കൊരു കൈ നോക്കാം. എനിക്ക് പേടിയില്ലടോ. നിനക്കറിയോ ഞാൻ ആരാണെന്ന്? എന്റെ പേരാണ് ചോട്ടെ. പക്ഷെ എന്റെ ജോലി എന്താണ് ഞാൻ ആരോടും പറയില്ല. നിനക്ക് തരാം. അങ്കിൾ, കീഴടങ്ങാൻ ഉദ്ദേശമുണ്ടോ അതോ ഇനിയും എന്റെ കയ്യിൽ വാങ്ങിക്കാൻ പോവാണോ? എന്റെ നടു ഓടിച്ചു. നിന്നെ കാണാൻ ചെറുതാണെങ്കിലും ആള് നീ ഭയങ്കര സാധനമാണ്. ഇനി എന്നെ തള്ളണ്ട. ആ ചെയറിന്റെ ഹാൻഡിലിന് ഡയമണ്ട്സ് ഉണ്ട്. ഞാനൊരു കള്ളക്കടത്തുകാരനാണ്. എങ്ങനെയുണ്ട് എന്റെ കളി? നിന്നെ പോലെ പെരുമാറി ഞാൻ നിന്നെ കുടുക്കി. എങ്ങനെയുണ്ട്? Watch India's largest kids library only on Jio Hotstar. Download the app now.